കുടിവെള്ളമില്ലാന്ന പരാതിയുമായി പിറവം വാട്ടർ അതോറിറ്റി ഓഫീസിൽ പ്രതിഷേധം. തോരാമഴയത്തും കുടിവെള്ളമില്ലാതെ മണ്ണത്തൂർ നിവാസികൾ. തിരുമാറാടി പഞ്ചായത്ത് 3-4 വാർഡുകളിലെ താമസക്കാരാണ് വാർഡ് മെമ്പർമാരായ ബിനോയ് കുര്യാക്കോസ്, മഞ്ജുഷ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കുടിവെള്ളമില്ലെന്ന പരാതിയുമായി പിറവം വാട്ടർ അതോറിറ്റി ഓഫീസിൽ പ്രതിഷേധിച്ചത്. തട്ടേക്കാട്, ഉടലുപൊട്ടിപ്പാറ, വെള്ളാശ്ശേരി, എട്ടൻപാറ, അരീത്തടം, മൂഴിയിൽ, കുറ്റത്തിനാൽ, വാത്യാപ്പിള്ളി, പൊടിപ്പാറ, പട്ടയാനിപ്പുഴ തുടങ്ങിയ ഭാഗങ്ങളിലെ 150-ലേറെ വീടുകളിലാണ് കുടിവെള്ളം കിട്ടാക്കനിയായി മാറിയത്. സ്വന്തമായി കിണറില്ലാത്ത വീടുകളാണിത്. മേഖലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായതിനാൽ വാട്ടർ അതോറിറ്റി കുടിവെള്ളമാണ് ഏക ആശ്രയം. കഴിഞ്ഞ 1 മാസമായി പാത്രം കഴുകാനും തുണി കഴുകാനും കുളിക്കാനുമെല്ലാം മഴവെള്ളം ഉപയോഗിക്കുകയാണ്. കുടിവെള്ളത്തിനായി ആഴ്ചയിൽ 2000 രൂപ വരെ മുടക്കേണ്ടി വരുന്നു. കഴിഞ്ഞ വേനൽക്കാലത്ത് പോലും ഇത്രയും ക്ഷാമമുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പുതിയ പമ്പ് ഓപ്പറേറ്റർമാർക്ക് വെള്ളം തിരിച്ചുവിടുന്നതിൽ ഇതുവരെ ധാരണയായിട്ടില്ല. വെള്ളം തുറന്നുവിടുന്ന സമയവും നാട്ടുകാരെ അറിയിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. പ്രശ്നപരിഹാരത്തിനായി നിരവധി തവണ പഞ്ചായത്ത് അംഗങ്ങൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ സമീപിച്ചെങ്കിലും പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലായിരുന്നു സമരം. അധികൃതർ അടിയന്തര പരിഹാരം ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. തിരുമാറാടി ഗ്രാമപഞ്ചായത്തിൽ ഈ പ്രദേശത്ത് ഇപ്പോൾ ശക്തമായിട്ട് ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. ഈ കാലഘട്ടത്തിൽ പോലും കുടിവെള്ളത്തിന് നെട്ടോട്ടം ഓടുന്ന ആളുകളാണ് ഈ നിൽക്കുന്ന ആളുകളല്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി, കഴിഞ്ഞ വേനൽക്കാലത്ത് പോലും ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രതിസന്ധിയാണ് തട്ടേക്കാട്, കൂറ്റത്തിനാല്, പൊടിപാറ ഭാഗത്തെല്ലാം രൂക്ഷമായ കുടിവെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണം, എങ്ങോട്ടേക്ക് വെള്ളം അടിക്കണം, ഏത് വാൽവ് പൂട്ടിയാൽ എങ്ങോട്ടേക്ക് വെള്ളം പോകും, അല്ലെങ്കിൽ ഏത് ടാങ്കിലേക്ക് ഏത് സമയത്ത് വെള്ളം അടിക്കണം എന്നുള്ള കാര്യത്തിനൊന്നും യാതൊരു നിശ്ചയവുമില്ലാതെ പുതിയ കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് ഇതിൽ വെച്ചതിൻ്റെ ദുരന്തഫലം അനുഭവിക്കുന്നത് ഈ നാട്ടുകാരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾക്കെല്ലാം പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. ഐയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പിരിഞ്ഞു പോവുകയാണ്. ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി പരിശോധിക്കുമെന്നും ഈ ആളുകളുടെ എല്ലാം നമ്പർ അടക്കം എയ്ക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഏത് ഭാഗത്തേക്ക് വെള്ളമടിക്കും, ഇവർക്കെല്ലാവർക്കും കൃത്യമായിട്ട് വെള്ളം എത്തും എന്ന് 2 ദിവസത്തിനുള്ളിൽ പരിശോധിച്ച് കൃത്യമായ നടപടികൾ എടുക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ വന്ന ഈ കാര്യം അവസാനിപ്പിച്ച് ഞങ്ങൾ പിരിഞ്ഞു പോവുകയാണ്. i4 ന്യൂസ്, പാലാ.